സാർ, ചായ. ആ. എത്ര വയസ്സുള്ളപ്പോഴായി കുട്ടി? 15 വയസ്സ്. 10 പഠിക്കുകയായിരുന്നു. പത്രങ്ങളിലൊക്കെ അന്നത് വലിയ വാർത്തയായിരുന്നു. അന്നേ നിങ്ങൾ ഇവിടെയായിരുന്നു? അതെ. അതായത് സുദക്ഷണ കൊല്ലപ്പെട്ടത് മുതൽ ദക്ഷ മരിച്ചത് വരെ ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, അല്ലേ? അച്ചോട്ടാ, എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതലൊന്നും അച്ചോട്ടന് അറിയാൻ വഴിയില്ല സാർ. എന്തു വേണമെങ്കിലും സാറിന് എന്നോട് ചോദിക്കാം. ഓക്കെ. സ്വാഭാവികമായും എനിക്കറിയേണ്ടത് ദക്ഷയെക്കുറിച്ചാണ്. എന്തായിരുന്നു അവൾ? അല്ലെങ്കിൽ എന്തിനായിരുന്നു അവൾ? ഇതിൽ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. എന്റെ ഭർത്താവ് ശിവദാസ് ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ദക്ഷയ്ക്ക് 6ഉം സുദർശനയ്ക്ക് 12 വയസ്സായിരുന്നു പ്രായം. അന്ന് ഞാനും അദ്ദേഹവും ഒരേ കോളേജിൽ, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകർ. കണക്കിലേറെ സ്വത്തുണ്ടായിരുന്ന ഒരച്ഛന്റെ ഏക മകളായിരുന്നിട്ടും, ജീവിക്കാൻ നല്ലൊരു ജോലി ഉണ്ടായിരുന്നിട്ടും ഒരാൺതുണയില്ലാതെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന മിഥ്യാബോധം എപ്പോഴും എന്നെയും പിടികൂടി. കോളേജിൽ അദ്ദേഹത്തിന് പകരക്കാരനായി വന്നാൽ എന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന് പകരക്കാരനായി. അവിടെ മുതൽ എനിക്ക് പിഴച്ചു തുടങ്ങിയിരുന്നു. ലോകത്ത് പെണ്ണായി പിറന്ന എന്തിനേയും ദുഷിച്ച കണ്ണോടെ മാത്രം നോക്കിയിരുന്ന ഒരു നെറുകെട്ട മനുഷ്യൻ സ്വന്തം മകളെ പോലെ കാണേണ്ടിയിരുന്ന എന്റെ സുദർശനെ ദക്ഷയുടെ കൺമുമ്പിൽ വെച്ച് അന്നെനിക്ക് നഷ്ടപ്പെട്ടത് സുദക്ഷനെ മാത്രമല്ല, ദക്ഷയും കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. 3 വർഷങ്ങൾക്ക് ശേഷം കുറ്റക്കാരനല്ലെന്ന കണ്ടെത്തലോടെ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. വിധിയറിഞ്ഞ് കോടതിക്ക് പുറത്തെത്തിയ അയാളെ കയ്യിൽ കരുതിയിരുന്ന ഒരു കത്തിയുമായാണ് ദക്ഷ നേരിട്ടത്. ഭാഗ്യം കൊണ്ട് അന്നയാൾ രക്ഷപ്പെട്ടു. പിന്നീട് അയാൾക്ക് നേരെ എന്തെങ്കിലും ശ്രമങ്ങളുണ്ടായോ ദക്ഷയുടെ ഭാഗത്തു നിന്ന്? എന്റെ അറിവിൽ ഒരു തവണ കൂടി ഉണ്ടായിട്ടുണ്ട്. അവള് +2 പഠിക്കുമ്പോൾ ടൗണിലെ ഒരു ബുക്ക് സ്റ്റാളിൽ വെച്ച്. മരിക്കുന്നത് വരെയും ഈ രണ്ടാനച്ഛനോടുള്ള പക, ഐ എം സോറി, എനിക്ക് അയാളുടെ പേരറിയില്ല. ഐസക് പണിക്കർ. മിസ്റ്റർ ഐസക് പണിക്കരോടുള്ള പക ദക്ഷയുടെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടായിരുന്നു? പഴയതുപോലെന്നല്ല, ദിവസം ചെല്ലുന്തോറും അവൾക്ക് അയാളോട് പക കൂടുകയായിരുന്നു. അതായത് ദക്ഷ ഒരു കൊലപാതകത്തിന് ഒരുങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ആദ്യം തെളിയേണ്ടിയിരുന്നത് ഐസക് പണിക്കറുടെ മുഖമാവണം. അതെ. പിന്നെ അതിനിടയ്ക്ക് ബാലഗംഗാധരൻ എങ്ങനെ കയറി വന്നു? ദക്ഷയ്ക്ക് അയാളോട് ഇത്ര പക തോന്നാൻ എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല സർ. പക പോയിട്ട് ദക്ഷയ്ക്ക് അയാളെ പരിചയം പോലും ഇല്ലെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇതാണ് ദക്ഷയുടെ റൂം. വീട്ടിലെത്തിയാൽ അവൾ ഏറിയ സമയം ഇതിനുള്ളിൽ തന്നെയായിരുന്നു. ഈ സിസ്റ്റം ദക്ഷയുടേതാണോ? അതെ. Can I? പ്ലീസ്. ഇവിടെ അടുത്തെവിടെ ഒരു കരിങ്കൽ ക്വാറി ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദം. 1 കിലോമീറ്റർ അപ്പുറത്തൊന്നുണ്ട്. weaponsworld.com, firearmblog.com, totaldestroyer.com.
armsandammunitions.com. മരിക്കുന്നതിന് മുൻപോ പിൻപോ ദക്ഷയല്ലാതെ മറ്റാരെങ്കിലും ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് അവളുടെ മാത്രമായിരുന്നു. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും കുഴപ്പം? ഹേയ്, ഒന്നുമില്ല, നത്തിങ്. ഈ അച്യുതൻ നായരല്ലാതെ ഇവിടെ മറ്റാരുമില്ലേ സഹായത്തിന്? കുക്കിങ്ങിനും അകമ്പണിക്കുമായി ഇവിടെ അടുത്തുള്ള ഒരു സ്ത്രീ വരും. പറമ്പിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഒഴിവുള്ളപ്പോ അവരുടെ ഭർത്താവ് വന്ന് ചെയ്യും. അയാൾക്ക് ക്വാറിയിലാണ് സ്ഥിരം പണി. എന്താ അയാളുടെ പേര്? കേളു. ഇവനെ ഞാൻ കൊണ്ടുപോകും. ഒറ്റ ഒരുത്തൻ അനങ്ങിയ പാറ പൊട്ടുന്നത് പോലെ ഇവന്റെ പേട്ട് തല ഇവിടെ ചെതറും. ബാലഗംഗാധരനെ കൊല്ലാനും അതിലൂടെ സ്വയം ഇല്ലാതാകാനും ദക്ഷ ഉപയോഗിച്ച ബോംബിൽ 40% അടങ്ങുന്നത് ഗൺ പൗഡറാണ്. അതായത് പാറ പൊട്ടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന നല്ല നാടൻ വെടിമരുന്ന്. ഇവിടെ എനിക്കറിയേണ്ടത്, കേളു ദക്ഷയ്ക്ക് കൊടുത്തത് വെറും വെടിമരുന്ന് മാത്രമോ, അതോ വെള്ളാരം കല്ലും അലുമിനിയം പൗഡറും കുപ്പിച്ചില്ലും ചേർത്തുണ്ടാക്കിയ 2 കാറുകൾ പൊട്ടിച്ചെതറാൻ മാത്രം പ്രഹരശേഷിയുള്ള ഒരു റിമോട്ട് കൺട്രോൾഡ് ബോംബോ? എന്റെ പൊന്നു സാറേ, വെടിമരുന്ന് പോയിട്ട് ഒരു കമ്പിത്തിരി പോലും ഞാൻ ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. അതിന് മുഴുത്ത വട്ടായിരുന്നു സാറേ. വട്ട് മൂത്ത് അതെന്തെങ്കിലും കാണിച്ചു കൂട്ടിയേനെ. അതിനിപ്പോ ഞാൻ വേണോ സമാധാനം പറയാൻ? നീ പോലീസുകാരോട് നോ. കേളു, എന്നാ നീ ഇതുവരെ പ്രതിയായതുപോലെ അടിപിടിയും കള്ളവാറ്റൊന്നും അല്ല കേസ്. കൊലപാതകമാണ്, അതും സൂയിസൈഡ് ബോംബിംഗ്. ഇപ്പൊ നീ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ പാവം കേരള പോലീസ് ആവില്ല നിന്നെ ചോദ്യം ചെയ്യുന്നത്. അങ്ങ് ഡൽഹി എന്നുള്ളവരായിരിക്കും. പിന്നെ തീവ്രവാദി എന്നും പാകിസ്ഥാൻ ചാരനെന്നും ഒക്കെ പറഞ്ഞ് ആയുസ് മുഴുവൻ അകത്ത് കിടക്കേണ്ടി വരും. അയ്യോ, അതൊന്നും വേണ്ട സാറേ, ഞാൻ പറയാം. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം. പറ. ആ കൊച്ച് ഈ വേണ്ടാതീനമൊക്കെ കാണിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് നായര് പറഞ്ഞിട്ട് 2 വാഴക്കുല വെട്ടാനാ ഞാൻ ആ പറമ്പിൽ ചെന്നത്. ഇതാരും രക്ഷക്കുഞ്ഞോ? ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഞാൻ വിളിച്ചപ്പോ താനെന്താ കേൾക്കാത്ത മട്ടി പോയത്? കുഞ്ഞെന്നെ വിളിച്ചായിരുന്നു. എപ്പോ? ഈ വളിച്ച മോന്തയും വെച്ചോണ്ട് എന്നോട് വിളവിറക്കല്ലേ? അത് പിന്നെ കുഞ്ഞ്, ഇന്നലെ ഞാൻ ഇത്തിരി പരുവക്കേടിലായിരുന്നു. ഈ മാട്ടച്ചാരായി ഓടിച്ചോണ്ട് ഞാൻ എങ്ങനെയാ കുഞ്ഞിന്റെ മുന്നിലോട്ട് വന്ന് നിൽക്കുന്നത്? കുടിച്ചിട്ടിപ്പോഴെന്താ മാധവിയെ തല്ലാറുണ്ടോ? അതൊക്കെ പണ്ട്, ബുദ്ധി ഉറക്കാത്ത കാലത്ത്. ഇപ്പൊ അവൾ എനിക്കെന്റെ ജീവനാ, ജീവന്റെ ജീവൻ. അയ്യോ, ഇത്രയും കാശ് ഒരുമിച്ച് കിട്ടിയ ഞാൻ ചിലപ്പോ വയറിയാതെ കുടിച്ച് അവളെ പിടിച്ച് തല്ലിയെന്നിരിക്കും. ഈ കാശ് അതിനൊന്നും അല്ല. താൻ എനിക്കൊരു സാധനം കൊണ്ടു തരണം. എന്നതാ കുഞ്ഞ്? കുഞ്ഞ്, എന്റെ അങ്ങേ അവളും മൈത്രി കൊച്ചമ്മയൊന്നും ഈ കാര്യം അറിഞ്ഞു പോരുത്. എനിക്ക് ഈ നാട്ടിൽ പിഴച്ചു പോകേണ്ടതാ. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കാരെയും അറിയിക്കേണ്ട കാര്യമില്ല. സൂക്ഷിക്കണേ കുഞ്ഞേ, വെടിമരുന്നാ.